പലസ്തീനികളെ ഒഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസ പുനർനിർമ്മിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രദേശമാക്കും. പലസ്തീനികളെ ഗാസയ്ക്ക് പുറത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്നും ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ വെച്ച ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ട്രംപ് പ്രസിഡന്റായ ശേഷം വൈറ്റ് ഹൌസിലെത്തുന്ന ആദ്യ നേതാവാണ് നെതന്യാഹു. ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് കൂടിക്കാഴ്ചയിൽ ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബന്ദികളുടെ മോചനത്തിൽ ഇടപെട്ടതിൽ ട്രംപിന് നന്ദിയെന്ന് നെതന്യാഹുവും അറിയിച്ചു. അതേസമയം പലസ്തീനുകളെ കുടിയൊഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ പലസ്തീൻ അനുകൂലികൾ വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. പലസ്തീൻ വിൽപ്പനയ്ക്കില്ലെന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം. ഗാസയിൽ തുടരാനുള്ള പലസ്തീനികളുടെ ആഗ്രഹം ലോക നേതാക്കൾ മനസ്സിലാക്കണമെന്ന് പലസ്തീൻ UN പ്രതിനിധി പറഞ്ഞു. തകർക്കപ്പെട്ടെങ്കിലും ഗാസ തങ്ങളുടെ മാതൃരാജ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പലസ്തീനികളെ കുടിയൊഴിപ്പിക്കണമെന്ന നിർദ്ദേശം നിരസിക്കുന്നതായി സൗദി അറേബ്യയും അറിയിച്ചു. അതേസമയം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 1,00,000 കവിഞ്ഞതായി ഗാസ അധികാരികൾ അറിയിച്ചു. കാണാതായവരെയും കൂടി ഇവരുടെ കണക്കിൽ ഉൾപ്പെടുത്തി 61,709 പേർ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംഘർഷത്തിൽ കൊല്ലപ്പെട്ട 76% പലസ്തീനികളുടെ മൃതദേഹം കണ്ടെടുക്കുകയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തതായി ഗാസ ഭരണകൂടം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.